ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്ലൂട്ടാതയോണിന്റെ 2-3 പ്രൊഡക്ട്സും പ്രൊഡക്ട്സ് എന്നല്ല പല വേരിയന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് തരിക, ഏതാണ് അഫോർഡബിൾ, ഏത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരുടെ ഒരു ആവശ്യമാണ് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ്നപ്പ് ആക്കി എടുക്കുക, ടാൻ ഒക്കെ റിമൂവ് ആവുക, ഈവൻ ടോൺ ആയിട്ടുള്ള ഒരു സ്കിൻ ആവുക എന്നുള്ളതൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ്. അപ്പൊ അതിനായിട്ട് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടാതയോൺ എന്ന് വന്നിട്ട്. ഗ്ലൂട്ടാതയോൺ പണ്ട് മുതലേ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് കൂടുതൽ പേര് അറിയുന്നതും അത് കൂടുതലായിട്ട് യൂസ് ആക്കി വരുന്നതൊക്കെ. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഗ്ലൂട്ടാതയോൺ എന്താണ്, സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ, എങ്ങനെ എടുക്കാം, ആർക്കൊക്കെ എടുക്കാം, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം, കണ്ടു നോക്കൂ കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ മിക്ക ആൾക്കാർക്കുള്ള ഒരു കാര്യമാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ, നല്ല ബ്രൈറ്റനിങ് ഗ്ലോവിംഗ് ആയിട്ടുള്ള സ്കിൻ എന്നുള്ളത്. ഈ ഗ്ലൂട്ടാതയോൺ വന്നിട്ട് ഈ വെളുത്തിട്ട് പാറിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആക്കി എടുക്കുക, അതുപോലെ ഭയങ്കര ബ്രൈറ്റ്നപ്പ് ചെയ്യുക, ടാൻ ഒക്കെ റിമൂവ് ആക്കി ഈവൻ ടോൺ ആക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൈൻ ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡ്യൂസ് ആക്കി ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ട് മാർക്കറ്റിൽ പല രീതിക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. സിറംസ് ആയിട്ട്, ക്രീംസ് ആയിട്ട്, ടാബ്ലറ്റ്സ് ആയിട്ട്, IV ഫോമിലായിട്ട്, അങ്ങനെ പല രീതിയിൽ പല ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട്. അത് ഞാനൊരു 3 കാര്യങ്ങളാണ് ഇപ്പൊ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് വന്നിട്ടാണ്. ഇത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും, വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ വന്നിട്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡെയിലി യൂസ് ആക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല, നമ്മുടെ സ്കിന്നിന്റെ ടാൻ ഒക്കെ ഒന്ന് റെഡ്യൂസ് ആക്കി അല്ല ബ്രൈറ്റനിങ് ചെയ്യുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കൈയൊക്കെ ഇങ്ങനെ പകുതി വേറെ വേറെ കളർ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് കാരണം ഞാനിത് യൂസ് ആക്കിയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയാണ് ഈ ഒരു ഗ്ലൂട്ടാഹയുടെ പിങ്ക് വേരിയന്റ് വന്നിട്ട്. ഇത് വന്നിട്ട് 200 സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കും ടീനേജേഴ്സിനും വലിയവർക്കും ഒക്കെ യൂസ് ആക്കാവുന്നതാണ്. ഫേസിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, ഞാൻ യൂസ് ആക്കാറുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും വന്നിട്ടില്ല, പിമ്പിൾസോ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിൽ വന്നിട്ട് ഗ്ലൂട്ടാതയോൺ മാത്രമല്ല, ഇതിൽ നമ്മുടെ നിയാസിനമൈഡ് കണ്ടന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല വിറ്റമിൻ സിയേക്കാളും മോർ പവർഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെയിലി പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ആക്കാം. പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കുന്നതിന് മുന്നേ നമ്മൾ മസ്റ്റ് ആയിട്ട് നിയാസിനമൈഡ് ഉള്ള കാരണം സൺസ്ക്രീനെ യൂസ് ആക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഫോം വന്നിട്ട് ക്രീം ഫോമിൽ വരുന്ന ഒരു ഗ്ലൂട്ടാതയോണിന്റെ ഒരു വേരിയന്റ്. ഇത് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ആക്കാവുന്നതാണ്. പക്ഷെ റിസൾട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര ബ്രൈറ്റ് ആയി അങ്ങനെ ആയി എന്നൊന്നും കാണില്ല. സെലിബ്രിറ്റീസിനെ പോലെ ആവാം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ആരും വാങ്ങണ്ട. നമുക്കൊരു സ്ലോ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ ഇത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ആയാലും. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട്. ഇനി സെക്കൻഡ് വൺ വന്നിട്ട് കാണിച്ചു തരാൻ പോകുന്നതാണ്. ഇത് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഒരു ഔട്ട്ഷൈൻ വന്നിട്ടുള്ള ഒരു ഗ്ലൂട്ടാതയോൺ സിറം ആണ് കേട്ടോ. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ആൽബ്യൂട്ടിൻ, നിയാസിനമൈഡ്, ഗ്ലൂട്ടാതയോൺ, വിറ്റമിൻ സി, ഇതെല്ലാം ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് വന്നിട്ട്. ഇതിനെ പറ്റിയുള്ള ഒരു ഇതിനെ പറ്റിയുള്ള ഒരു ഷോർട്സും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ അത്യാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രത്തോളം ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടും നമുക്ക് സിറം കൈൻഡ് ഓഫ് രീതിയിൽ നമുക്ക് ഫേസിലൊക്കെ യൂസ് ആക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് ട്രാൻസിഷൻ ഒന്നും ബ്രൈറ്റ് ആക്കാനൊന്നും പറ്റില്ല. സിറം ഒക്കെയാണ് നമ്മൾ ഫേസിൽ മാത്രം, ക്രീമാണെങ്കിൽ നമ്മൾ ഹാൻഡിൽ, അങ്ങനെ നമുക്ക് യൂസ് ആക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇത് വന്നിട്ട് സിറം നമ്മൾ ഫേസിൽ യൂസ് ആക്കേണ്ടതാണ്. അപ്പൊ ഇതിലും പറഞ്ഞ പോലെ വിറ്റമിൻ സി, നിയാസിനമൈഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നപ്പ് ആക്കി ഹെൽത്തി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സിറാണ്. ഇത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആണ്, എന്നാൽ പോലും പെട്ടെന്ന് അബ്സോർബ് ആവുന്ന രീതിക്കുള്ളതാണ് കേട്ടോ. ഇതൊരു പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ളൊരു സിറാണ്. പെട്ടെന്ന് അതേ ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വെളുത്തിട്ട് പാറാനൊന്നും ഒറ്റയടിക്ക് സഹായിക്കുന്നതല്ല ഇതുപോലെയുള്ളത്. നമ്മുടെ ഗ്ലൂട്ടാതയോൺ വന്നിട്ട് നമ്മളെ ഉള്ളിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ സ്കിന്റെ ലെയറിന് പുറമെ ഇത് അപ്ലൈ ചെയ്തെന്ന് കരുതി പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ടീനേജ് കഴിഞ്ഞവർക്കൊക്കെ ഞാൻ സിറം ഒക്കെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ ടീനേജേഴ്സിനൊന്നും സിറം ഒന്നും ഇപ്പോഴേ യൂസ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. സോ നിങ്ങൾ ടീനേജ് കഴിഞ്ഞവരൊക്കെയാണ് നിങ്ങൾക്കൊരു ബ്രൈറ്റനിങ് ഒരു എഫക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഉള്ള ഈ ഒരു സിറൊക്കെ യൂസ് ആക്കി നോക്കാവുന്നതാണ്. ഈ ഒരു സിറം എന്നല്ല, ഗ്ലൂട്ടാതയോൺ മാത്രമല്ല, നിങ്ങളിപ്പോ നിങ്ങളുടെ
സ്കിന്നിന് ഒരു സിറത്തിന്റെ ആവശ്യം ഈ ഒരു ഏജിലില്ല. ടീനേജർ കഴിഞ്ഞവർ മാത്രം, അല്ലെങ്കിൽ ഒരു 18-19 വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സിറംസ് ഒക്കെ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ആക്കിയാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഗ്ലൂട്ടാതയോൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഫാസ്റ്റർ റിസൾട്ട് ഒന്നും തരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഈ വാസ്ലിൻ ഗ്ലൂട്ടാഹയോൺ നിയാസിനമൈഡ് കൂടെ ഉള്ളത് കാരണം നമുക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി വന്നിട്ടുള്ളൊരു ഫോമാണ് നമ്മൾ ഓറലി ഇൻടേക്ക് ചെയ്യുന്ന ടാബ്ലറ്റ് രൂപത്തിലുള്ള ഗ്ലൂട്ടാതയോൺ വന്നിട്ട്. ഇതാണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലോ പറഞ്ഞിട്ടുള്ളൊരു ജാപ്പനീസ് ഒപ്പിറ്റാക് ഗ്ലൂട്ടാതയോൺ ആണ്. ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ. ഇത് നമുക്ക് ഓറലി ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു ടാബ്ലറ്റ് ഫോമിലാണ് വരുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഡെയിലി ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്ലൂട്ടാതയോൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊന്നും ഒരിക്കലും കഴിക്കരുത്. അതായത് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ടീനേജേഴ്സ് ഒന്നും ഒരിക്കലും നിങ്ങൾ സ്കിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കരുതി ഇപ്പത്തെ ഗ്ലൂട്ടാതയോൺ എടുക്കുക അങ്ങനെയൊന്നും പോയി എടുക്കരുത്. ഇനി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഇനിയിപ്പോ IV ഫോമിലാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലിനിക്കിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. അത് ഒന്നിൽ കൂടുതൽ സിറ്റിംഗ്സ് എന്തായാലും വേണ്ടി വരും. അത് അത്യാവശ്യം നമുക്ക് പ്രൈസ് എമൗണ്ട് വരുന്നതുമാണ് കേട്ടോ. അതൊക്കെയാണ് അധികം നമ്മളെ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ആക്കുന്നത്. അതാണ് അവർക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും. ഇത് വന്നിട്ട് അതിന് മുന്നിലുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ആക്കാം. പക്ഷെ എന്തൊരു കാര്യത്തിനും സൈഡ് എഫക്റ്റ് ഉള്ള മാതിരി ഗ്ലൂട്ടാതയോണിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് നമ്മൾ ഈ ഒരു സ്കിൻ ചേഞ്ച് ചെയ്യാന്നുള്ള കാര്യം. സോ നമ്മൾ ഇതുപോലത്തെ ഉള്ള ഓറലി ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് തന്നെയായാലും ഇപ്പൊ കൊളാജൻസും കാര്യങ്ങളും വിറ്റമിൻ സി ടാബ്ലറ്റും ഒക്കെ വരുന്നുണ്ട്. ഇതുപോലത്തെ എന്ത് പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഓറലി ഇൻടേക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ സ്കിന്നിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണോ, എന്തെങ്കിലും അലർജി പ്രോബ്ലംസ് ഉള്ളവരാണോ, ഇതെല്ലാം ഷെയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇതുപോലത്തെ ഉള്ളത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതിന്റെ റിസൾട്ട്, അതായത് ഇതൊരു 1 മന്ത് കൊണ്ടൊക്കെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ നമ്മളെ സ്കിന്നിൽ വന്നു തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ 2-3 മാസം നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിലാണ് ഈ ഒരു ബ്രാൻഡിന്റെ ആൾക്കാർ അതിന്റെ ഒരു കറക്റ്റ് ഒരു റിസൾട്ട് അവർ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് അവര് പറയുന്നത് കേട്ടോ. ആ ഒരു ടൈം പീരീഡ് ആണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമൽ ആയിരിക്കും. നമ്മൾ കുറച്ചൊന്ന് നമുക്ക് സൺസ്ക്രീൻസും DIY കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ടു നോർമൽ നമ്മുടെ സ്കിന്നിലോട്ട് എന്തായാലും വരും. ഇനി അത് കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി നമ്മളിത് കാലാകാലം നമുക്ക് ഇങ്ങനെ ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് വരും. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻസ് കാര്യങ്ങൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒന്ന് ഗ്ലോ ആക്കാനും ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ആക്കാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനായാലും അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ പോലെ ക്രീംസിനെക്കാളും ഫേസ് സിറംസിനെക്കാളും ഒക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരിക. ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഇത് നല്ല IV ആയാലും നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു നോർമൽ സ്കിന്നിലോട്ട് തന്നെ ആവും. നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു രീതിക്കുള്ള ഒരു സ്കിന്നെല്ലാം കിട്ടുന്നത് കേട്ടോ. അത് നിർത്തിക്കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആവും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും കൂടെ പ്രൈസിയാണ്, 2000 റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒരു 200, 800 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഗ്ലൂട്ടാതയോൺ ഇതുപോലത്തെ ഡ്രിങ്ക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവര് നിങ്ങൾ എന്തായാലും ടീനേജേഴ്സ് എന്തായാലും എടുക്കാൻ പാടില്ല കേട്ടോ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ടീനേജേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒട്ടുമിക്ക കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന്റെ റിസൾട്ട് ഒരിക്കലും എല്ലാ കാലത്തും ഉണ്ടാവുന്ന റിസൾട്ട് അല്ല, അത് എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്ന റിസൾട്ട് ആണ്. അത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഗ്ലൂട്ടാതയോണിന്റെ ഈ ഒരു വേരിയൻസിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കൂ കേട്ടോ. അപ്പൊ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.